കൊല്ലം ലോക്കോ പൈലറ്റായി ഈ വർഷം വിരമിക്കുന്ന ടി.എം. അബ്ബാസിനൊരു ചെറിയൊരു ആഗ്രഹം, തൻ്റെ കുടുംബത്തെ മുഴുവൻ ഒരു ട്രെയിൻ യാത്രയിലേക്ക് കൊണ്ടുവരണം. അതിന് തിരഞ്ഞെടുത്തതൊരു വന്ദേ ഭാരത് സർക്കിട്ടും കൂടിയാണ്. ഒരു 60 പേര് അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇന്ന് ഷൊർണൂരിൽ നിന്ന് കോഴിക്കോട് വരെ യാത്രക്കെത്തിയത്. അപ്പോൾ ആളിവിടെ ഉണ്ട്. അപ്പോൾ ഈ വർഷം വിരമിക്കുകയാണ്. ഈ ഒരു സർവീസിൽ നിന്ന് 37 വർഷത്തെ സർവീസാണ്, അതിൽ നിന്ന് വിരമിക്കുന്നു. അതിന് മുന്നേ എന്താണ് ഇങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യാനുള്ള കാരണം? അല്ല, ഞങ്ങളുടെ ഒരു കുടുംബത്തോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ അത് വന്ദേ ഭാരതിലാവട്ടെ, അപ്പോൾ നല്ല സൗകര്യമാണല്ലോ. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു അഭിമാനമായ ട്രെയിനാണല്ലോ. അപ്പോൾ ലോക്കോ പൈലറ്റ് മെയിൽ എന്ന തസ്തികയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഞങ്ങളുടെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻസാണ് ഓടിക്കുന്നത്. അപ്പോൾ അതിലൊരാഗ്രഹം തോന്നി എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിനൊരു നല്ലൊരു പേരും കൂടെ കൊടുത്തിട്ടുണ്ട്, വന്ദേ ഭാരത് സർക്കിട്ട്. അപ്പോൾ ആരാണ് ആ പേര് കണ്ടുപിടിച്ചത്? ആരാണ്? അത് കസിൻസാണ്. അവരിത് എൻ്റെ പേര് കണ്ടുപിടിച്ചത് നിങ്ങളാണ്? അതെ അതെ. എൻ്റെ പേര് അൽതാഫ്. ഇങ്ങനെ ഒരു പേരിലേക്ക് എത്തിയ എങ്ങനെയാണ്? അതെങ്ങനെയാ വെച്ചാൽ ആക്ച്വലി ഇതൊരു അൺപ്ലാൻഡ് ട്രിപ്പാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ആസിഫിയുടെ ഒരു മൂവി കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, സർക്കിട്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഇട്ടു. കോഴിക്കോട് യാത്രയും കൂടെ ആയിട്ട് സർക്കിട്ടാക്കി. സർക്കിട്ട് എന്ന് പറഞ്ഞാൽ അൺപ്ലാൻഡ് ട്രിപ്പ്, അതാണ് ഉദ്ദേശിച്ചത്. കോഴിക്കോട് ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ ഇങ്ങനെ ഇത്രയും ഫാമിലിന്റെ കൂടെ? എങ്ങനെയാണ് ഫാമിലിയുടെ കൂടെ ഇങ്ങനെ ഇതേ ഇത്തരത്തിൽ രൂപത്തിൽ വന്നിട്ടില്ല. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു അഭിമാനമാണല്ലോ ഈ സാധനം, അതായത് വന്ദേ ഭാരത്. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യാത്ത പല ആൾക്കാരുണ്ട് ഇതിനകത്ത്. വന്ദേ ഭാരത് അല്ല, സാധാരണ ട്രെയിനിൽ യാത്ര ചെയ്ത കുട്ടികളൊക്കെ. അതേസ്ഥാനം ഞങ്ങൾ വലിയവരൊക്കെ പലതവണ കോഴിക്കോട് വന്നുള്ളതാണ്, കോഴിക്കോടും ഈ പല സ്ഥലത്തും. പക്ഷേ ഇത്തരത്തിൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്തുള്ള ആൾക്കാർ വളരെ അപൂർവമുള്ള ഇതിനകത്ത്. പിന്നെ ഇത് പുതിയ ട്രെയിനാണല്ലോ, അപ്പോൾ അത് പുതിയൊരു എക്സ്പീരിയൻസായി. എന്തായാലും നന്ന്. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ കുട്ടികളെയും ഈ മുതിർന്നവരെയും ഈ ചെറുപ്പക്കാരെയൊക്കെ ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. എങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്യുമ്പോൾ? ഇത് ഇപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ബ്രദേഴ്സൊക്കെ തന്നെയാണ് ഇത് ഹാൻഡിൽ ചെയ്തതായിട്ടും എല്ലാവരുമായിട്ടും. അപ്പോൾ ഇനി ഇവിടുന്ന് ഭക്ഷണം, ഇപ്പോൾ കോഴിക്കോടത്തെ ആൾക്കാർ, കോഴിക്കോടിൻ്റെ കൾച്ചർ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു 1 ഡേ ഷോർട്ട് ട്രിപ്പാണ്. അൺപ്ലാൻഡ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ട്രെയിനിൽ കയറിയിട്ടുണ്ടോ ഇതിനു മുന്നേ? കയറിയിട്ടുണ്ട്. വന്ദേ ഭാരതിൽ ആദ്യമായിട്ടാണോ? അല്ല, മുന്നേ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിലെ യാത്രയൊക്കെ? സൂപ്പർ ആയിരുന്നു. ഉപ്പാപ്പയാണ്, എന്താണ് പറയാനുള്ളത്? താങ്ക്സ് പറയാനുണ്ടോ? ഇത്രയും എല്ലാരും കൂടി ഒരു ട്രിപ്പ് അടിപൊളിയാണോ? അപ്പൊ എന്തായാലും വളരെ സന്തോഷമാണ്. ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു യാത്ര വരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഇത്രയും ആളുകൾ കൂടി ഒരു ട്രിപ്പ്? ഇല്ല, പെട്ടെന്നുള്ള കുറച്ച്. അപ്പോൾ എന്തായാലും എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വന്ദേ ഭാരതിനകത്തൊരു 60 പേരടങ്ങുന്ന ഒരു കുടുംബ സംഗമം കൂടിയാണ് നടന്നതെന്ന് പറയാം. 67 പേരടങ്ങുന്ന ഒരു കുടുംബ സംഗമം. എന്തായാലും ഇവരുടെ യാത്ര, കോഴിക്കോട് യാത്ര അടിപൊളിയാകട്ടെ, വന്ദേ ഭാരത് സർക്കിട്ട് അടിപൊളിയാകട്ടെ. ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.